തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ശ്രീകുട്ടിയെ തുടർ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രീകുട്ടി. ഇതുവരെ MG പ്രതീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ചില പ്രേക്ഷകരൊക്കെ ഇടയ്ക്ക് ശ്രീകുട്ടിയുടെ കാര്യമൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്ഡേറ്റ്സ് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഫർദർ ട്രീറ്റ്മെൻറ്റായി കൊച്ചിയിലേക്ക് മാറ്റുന്നു. എന്തൊക്കെയാണ് എന്ത് ചികിത്സകൾ ചെയ്യാൻ വേണ്ടിയാണ് അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? SKN കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഈ മാസം 16-ാം തീയതിയാണ് ICUവിൽ നിന്ന് 8-ാം വാർഡിലേക്ക് ശ്രീകുട്ടിയെ മാറ്റിയത്. ഓക്സിജൻ സപ്പോർട്ടോടെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധനകളും ചികിത്സയിലും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഓക്സിജൻ സപ്പോർട്ട് ഈ മാസം 16-ാം തീയതി മാറ്റിയിരുന്നു. പക്ഷേ ഈ കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ ശ്രീകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഈ കൂടുതൽ സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പുരോഗതിയൊന്നും തന്നെ ആരോഗ്യ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ച് തുടർ ചികിത്സയ്ക്കായി ശ്രീകുട്ടിയെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അമൃത ആശുപത്രിയിലായിരിക്കും തുടർ ചികിത്സ നൽകുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ചികിത്സയായിരിക്കും അമൃത ആശുപത്രിയിൽ ശ്രീകുട്ടിക്ക് നൽകുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നലെ ഈ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കേസിൽ നേരത്തെ ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയുടെ മൊഴി, ഒപ്പം ഇതിൽ രക്ഷകനായി എത്തിയ ആളുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി ശ്രീകുട്ടിയെ അമൃതയിലേക്കും മാറ്റിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.